C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാനതൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുവാ. ആ, നീക്ക് ഇതൊന്ന് അവളുടെ കൊടുത്തേക്കാമോ? എന്നിട്ട് ഇതവളുടെ അവിനാശേട്ടൻ നന്നാന്ന് പറഞ്ഞാ മതി, അവള് കഴുത്തെ കെട്ടിക്കോളും. ആ അല്ല, വേണ്ട. നിങ്ങൾ കൊടുത്താ ചിലപ്പോ നിങ്ങളെ പേടിച്ച് അവളിത് കെട്ടുകയല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോളാം. ഇനി ആ വീടിന്റെ മുറ്റത്ത് നീ കാലുകുത്തിയ പിന്നെ നിനക്ക് നിലത്ത് കുത്താൻ കാലുണ്ടാവില്ല. തമാശ പറയല്ലേ എന്റെ DK. നിങ്ങളൊരു മാന്യനാ, നിങ്ങൾക്കൊരു പരിധി കൂടുതൽ താഴാനാവില്ല. ബട്ട് ഐ ഹാവ് നോ ലിമിറ്റ്സ്. ഏത് അഴുക്ക് ചാലിലേക്കും ഞാൻ ചാടും. അവിടെ ബന്ധങ്ങളൊന്നും എനിക്ക് തടസ്സമാവില്ല. ആ, സ്വന്തം ഭാര്യയെ പോലും ഞാൻ ഉപേക്ഷിച്ചില്ലേ? അല്ല, അതൊക്കെ ആർക്ക് വേണ്ടിയാ? എന്റെ പ്രിയക്ക് വേണ്ടി. നീ പറഞ്ഞ ശരിയാ. നിന്നോളം അഴുക്കുചാലിലേക്ക് താഴാൻ എനിക്കാവില്ല. സ്വന്തം കുടുംബത്തിനും ബന്ധങ്ങൾക്കും വില കൊടുക്കുന്നവനാ ഞാൻ. എന്റെ അമ്മയാ എന്റെ ദൈവം. നിനക്കങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ നിനക്കറിയാത്ത ഒന്നുണ്ട്. അഴുക്കുചാലിൽ താഴുന്നവന്റെ പുറത്തും അകത്തും അഴുക്ക് മാത്രമേ ഉണ്ടാവൂ. ഒടുവിൽ ആ അഴുക്കുചാലിൽ തന്നെ ജീവിതം അവസാനിക്കുകയും ചെയ്യും. രാജീവിന്റെ ജീവൻ നീ എടുത്തു. അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുന്നുണ്ട്. ഒരച്ഛന്റെ അമ്മയുടെയും തോരാത്ത കണ്ണീരിന് ദൈവം നിന്നെ കൊണ്ട് മറുപടി പറയിക്കും. ഓക്കേ. എന്റെ DK, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ? പ്രിയ എനിക്ക് കല്യാണം കഴിച്ചു തന്നാ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നം അവസാനിക്കുകയല്ലേ? ഞങ്ങള് പിന്നെ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിച്ചോളാം. നരഭോജികളായ മനുഷ്യരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മനുഷ്യ മാംസവും രക്തവും കഴിക്കുന്നവർ. ആ ഗണത്തിൽപ്പെടുന്നവനാ നീ. പക്ഷേ ഇനി ഒരാളുടെയും ജീവൻ എടുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അതിനു മുമ്പ് നിന്നെ ഞാൻ ഇരുമ്പഴിക്കുള്ളിൽ ആക്കിയിരിക്കും. സാറൊന്ന് നിന്നേ. നീ എന്റെ അനിയത്തിയുടെ കഴുത്തിൽ താലി കിട്ടും അല്ലടാ പരമ നാറി. തറയാ നിന്നെക്കാളും തറയാടാ ഞാൻ. നിന്റെ ഒരു താലി കിട്ടും. ഇനി ഇതുപോലെ എങ്ങാനും വന്നാലുണ്ടല്ലോ, നിന്റെ കൈ മാത്രമല്ല കഴുത്തും കണ്ടിക്കും ഞാൻ. തനിക്ക് എന്താണോ വേണ്ടത്? എന്നെ ദ്രോഹിച്ചതുവരെ മതിയായില്ലേ തനിക്ക്? എന്റെ പ്രിയെ, നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേ. കൂൾ, ബി കൂൾ. മിണ്ടി പോരുത്.
മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നു തിന്നുന്ന ഒരു ക്രൂര മൃഗമാ താൻ. വെച്ചിട്ട് പോടാ. അയ്യോ മോളെ കട്ടിയല്ലേ. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്റെ ഫോൺ നീ എടുത്തില്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ അങ്ങ് സരോവരത്തിൽ വരും. അത് വേണോ വേണ്ടയോ എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതി. എന്താ? എനിക്ക് തന്നെ കാണുകയും വേണ്ട, തന്നെ ഒരു കാര്യം കേൾക്കും വേണ്ട. അങ്ങനെ പറയല്ലേ മുത്തേ. എന്റെ കാര്യമല്ല, നിന്റെ ചേട്ടനെയും ചേച്ചിയും ഞാനിപ്പൊ കണ്ടായിരുന്നു. അത് പറയാനാ ഞാൻ വിളിച്ചത്. എന്തിനാ താൻ അവരെ കണ്ടത്? അയ്യോ മോളെ, ഞാൻ അവരെ കണ്ടതല്ല, അവരെന്നെ കാണാൻ വന്നതാ. ആ അതെ, പിന്നെ ഞാൻ ആശുപത്രിയിൽ നിങ്ങൾ പോന്നു. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കെന്തെങ്കിലും ആപത്ത് പറ്റിയെന്ന് കരുതി നീ ചുമ്മാ പട്ടിണിയൊന്നും കടന്നു കളയല്ലേ. ഏട്ടനൊന്നുമില്ലടി. ആ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിക്കാ ഞങ്ങൾ തമ്മിൽ കണ്ടതേ. പിന്നെ നമ്മൾ താലി കെട്ടിയ ഊരൊക്കെ ഞാൻ അവരോടങ്ങ് പറഞ്ഞു. മോളെ, നീ ഇപ്പൊ എന്റെ ഭാര്യയാ. നിന്റെ ഏതാഗ്രഹവും ഏട്ടൻ സാധിച്ചു തരും. ആ ദേ, നീ പൊട്ടിച്ചു കളഞ്ഞ താലിച്ചരടില്ലേ, ഇപ്പോഴും എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇതെന്റെ കയ്യിലല്ല, നിന്റെ കഴുത്തിലാ കിടക്കേണ്ടത്. തനിക്ക് ഭ്രാന്ത, മുഴു ഭ്രാന്ത്. പോയി വല്ല ഭ്രാന്താശുപത്രിയിൽ കിടക്ക്. ഇനി എന്റെ കൺമുന്നിൽ താൻ വന്ന നിങ്ങളെ ഞാൻ കൊന്നു കളയും. ഏയ് മോളെ കട്ടിയല്ലേ. ഹലോ. എന്തായി കുട്ടി ഇങ്ങനെ? ഇപ്പോഴും ചെറിയ കുട്ടിയാന്നാ വിചാരം. മോള് പേടിക്കണ്ട കേട്ടോ. നീ കിടക്കേണ്ട സ്ഥലത്ത് തന്നെ നിന്നെ ഞാൻ എത്തിക്കാം. പോരെ? ഇപ്പോ നീ ഇവിടെ കിടന്നോ, എന്റെ നെഞ്ചോടൊട്ടി ഒട്ടി കിടന്നോ. മോളെ, എന്താ? ആരാ വിളിച്ചത്? അവിനാശ. മോൾ അവന്റെ ഫോൺ എടുക്കണ്ടായിരുന്നു. അവനെ പോലെ ഒരുത്തനോട് സംസാരിച്ചാ പോലും ഉള്ള സമാധാനം പോവും. അവൻ എന്താ പറഞ്ഞത്? അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന്. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.